രാജ്ഭവനിൽ നടത്താനിരുന്ന പരിസ്ഥിതി ദിനാഘോഷ പരിപാടി കൃഷിവകുപ്പ് ഒഴിവാക്കി. RSS ആചരിക്കുന്ന ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചനയും ദീപം തെളിയിക്കണമെന്ന രാജ്ഭവൻ നിലപാടിനെ തുടർന്നാണ് തീരുമാനം. ഇത് സർക്കാർ പരിപാടിയിൽ ഉൾപ്പെടുന്നതല്ലെന്ന് കൃഷിവകുപ്പ് മന്ത്രിയുടെ ഓഫീസ് രാജ്ഭവനെ അറിയിച്ചു. 24 എക്സ്ക്ലൂസീവുമായി ഷെവീദ് റാവുത്തർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷെവീദ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. ഈ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട കൃഷിവകുപ്പ് ഇന്ന് 11 മണിക്ക് രാജ്ഭവനിൽ ഒരു പരിപാടി വെച്ചിരുന്നു. മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട പോസ്റ്റർ അടക്കമുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും മാധ്യമപ്രവർത്തകർക്കുൾപ്പെടെ അതിന്റെ വിവരങ്ങൾ കൈമാറുകയും ഒക്കെ ചെയ്തിരുന്നു. അതായത് കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഡയറക്ടറും അതേപോലെ തന്നെ MLA ആയിട്ടുള്ള P. പ്രശാന്തും വകുപ്പ് മന്ത്രി P. പ്രസാദും പങ്കെടുക്കുന്ന പരിപാടിയായിരുന്നു. ഈ രാജ്ഭവനിലെത്തി ഗവർണർ രാജേന്ദ്ര ആർലേക്കർക്ക് ഈ പച്ചക്കറി അടക്കം കൈമാറുന്ന ഒരു കാര്യം കൂടി കൃഷിവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ആലോചിച്ചിരുന്നു. എന്നാൽ അവസാന നിമിഷം ഈ പരിപാടിയിൽ ഒരു മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കൃഷിമന്ത്രിയുടെ ഓഫീസിൽ നിന്നടക്കം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതായത് ഈ RSS ആചരിക്കുന്ന ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചനയും ദീപം തെളിയിക്കണമെന്നും ഈ പരിപാടിക്ക് മുൻപ് ദീപം തെളിയിക്കണമെന്നും രാജ്ഭവൻ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇത് സർക്കാർ പരിപാടിയിൽ ഉൾപ്പെടുന്നതല്ലെന്ന് കൃഷിമന്ത്രിയുടെ ഓഫീസ് രാജ്ഭവനെ അറിയിച്ചതോടുകൂടി ഈ പരിപാടി മാറ്റിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. പരിപാടി നടത്തണമെങ്കിൽ ഇത് നിർബന്ധമെന്ന് രാജ്ഭവൻ നിലപാടെടുത്തു. അങ്ങനെ അവസാന നിമിഷം ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ പരിപാടി നടത്തുന്നത് തന്നെ മാറ്റിയിട്ടുണ്ട്. അല്പസമയം മുൻപ് ഇപ്പോൾ ഔദ്യോഗികമായി PRD ഇതുമായി ബന്ധപ്പെട്ട് പുതിയൊരു പോസ്റ്റർ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട കൃഷിവകുപ്പ് നടത്താനിരുന്ന പരിപാടി സെക്രട്ടേറിയറ്റ് അങ്കണത്തിലേക്ക് മാറ്റി എന്നുള്ളത് മാറ്റി. ഇപ്പോൾ അത് 11 മണിക്ക് ആ പരിപാടി നടക്കും. രാവിലെ 11 മണിക്ക് സെക്രട്ടേറിയറ്റ് അങ്കണത്തിലേക്ക് കൃഷിവകുപ്പിന്റെ ഔദ്യോഗിക പരിപാടി മാറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SK, നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു RSS നേതാവിന്റെ ഒരു പ്രഭാഷണവുമായി ബന്ധപ്പെട്ട രാജ്ഭവനും സർക്കാരും തമ്മിൽ പിന്നെയും ചില തർക്കങ്ങളൊക്കെ ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി കർശനമായി ഗവർണറെ അല്ലെങ്കിൽ ശക്തമായി ഗവർണറെ വിമർശിക്കുന്ന സാഹചര്യം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായി. ഈ പുതിയ ചില നീക്കങ്ങൾ, അത് നമുക്കറിയാം, ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന സമയത്ത് സർക്കാരും ഗവർണറും തമ്മിൽ വലിയ പോരുണ്ടായിരുന്നു. ആ രീതിയിലേക്ക് രാജേന്ദ്ര ആർലേക്കറുമായി സർക്കാർ പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. SK.